നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രചാരണത്തിന്റെ ഭാഗമായി ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ വിളംബര ഘോഷയാത്രയെ ആകർഷകമാക്കി. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണ പുരോഗതി അവസാന ഘട്ടത്തിൽ. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ പുതിയ കെട്ടിടം സന്ദർശിച്ചു. പാറളം മുള്ളക്കര പണ്ടാരം കോൾപ്പടവിൽ വളർത്തുപശു വൈദ്യുതി ആഘാതമേറ്റ് ചത്ത സംഭവത്തിൽ ക്ഷീരകർഷകർക്ക് ആശ്വാസമായി ഗീതാഗോപി MLAയുടെ ഇടപെടൽ. വാർത്തകൾ വിശദമായി. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രചാരണത്തിന്റെ ഭാഗമായി ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ വിളംബര ഘോഷയാത്രയെ ആകർഷകമാക്കി. സ്കൂളിൽ നിന്ന് ചൊവ്വൂർ സെന്റർ വരെയാണ് വിളംബര ഘോഷയാത്ര ഒരുക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വേൾഡ് കപ്പ് ആരംഭിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. വരുമ്പോൾ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു എന്നുള്ളതിന് വിട്ട് ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? വേൾഡ് കപ്പ് മത്സരം നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആശയവും പ്രചോദനവും എന്തായിരിക്കും? അതായത് ലോകം മുഴുവനും ഒന്നായിത്തീരുന്ന ഒരു നിമിഷങ്ങളാണ് അത്. കാരണം വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഈ വേൾഡ് കപ്പ് കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ആര് ജയിക്കും എന്നുള്ളതിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് ഈ വേൾഡ് കപ്പിന്റെ ടൈം. അതുകൊണ്ട് തന്നെ ലോകം ഒന്നായി തീരുന്ന ഒരു അവസരമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷനായി. സൗത്ത് ഏഷ്യൻ ബേസ്ബോൾ സ്വർണ്ണ മെഡൽ ജേതാവും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പറുമായ കുമാരി എൽവിയ കിക്ക് ഓഫിലൂടെ ഉദ്ഘാടനം ചെയ്തു. ലോക വേൾഡ് കപ്പിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഈ കിക്ക് ഓഫ് പരിപാടിയിലേക്ക് എന്നെ ഇവിടെ ക്ഷണിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പ്രാധാന്യം തെളിയിക്കുന്ന ഒരു കളിയും കൂടിയാണ്. കുട്ടികളെല്ലാവരും നമ്മൾ ഏത് കളി എടുത്താലും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയി നമ്മുടെ വശത്തുനിന്ന് ഒരു എഫേർട്ട് എടുത്താലാണ്. ഇപ്പൊ കളി മാത്രമല്ല, പഠനത്തിലായാലും എഫേർട്ട് എടുത്താൽ തന്നെയാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ കളിയുള്ളതുപോലെ തന്നെ നിങ്ങൾ പഠനത്തിലും അത് ആവർത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രധാന അധ്യാപിക ജെൻസി, MPTA പ്രസിഡന്റ് ഷിദി ഷൈൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബി എന്നിവർ സംസാരിച്ചു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ വിളംബര ജാഥയിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഈ വർഷത്തെ ലോകകപ്പ് ആര് നേടുമെന്ന പ്രവചന മത്സരവും സ്കൂളിൽ സംഘടിപ്പിച്ചു. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി അവസാന ഘട്ടത്തിൽ. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ പുതിയ കെട്ടിടം സന്ദർശിച്ചു. ഗീതാഗോപി MLAയോടൊപ്പം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ, ലൈസൺ ഓഫീസർ KK രാജു, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CR ബീന, അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത്ത് മോഹൻദാസ്, VR ജോർജ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവരാണ് പുതിയ റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സന്ദർശനം നടത്തിയത്.
താന്യം, അവിണിശ്ശേരി, ചേർപ്പ്, പാറളം, ചാഴൂർ, വല്ലച്ചിറ എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലാണ് ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചേർപ്പ് പള്ളിയുടെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിലാണ് എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് MLA മുൻകൈയെടുത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അനുമതിയോടെ സ്ഥലം അനുവദിക്കപ്പെട്ടത്. തുടർന്ന് സംസ്ഥാന സർക്കാർ 1.5 കോടി രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു. 4165 ചതുരശ്രയടി വിസ്തൃതിയിൽ 3 നില കെട്ടിടമാണ് നിർമ്മിച്ചത്. 20ഓളം വരുന്ന ജീവനക്കാർക്ക് സുഗമമായി ജോലി ചെയ്യുന്നതിനുള്ള സൌകര്യം പുതിയ ഓഫീസ് കെട്ടിടത്തിലുണ്ടാകും. വൈകാതെ തന്നെ എക്സൈസ് ചേർപ്പ് റേഞ്ച് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി നിർവഹിക്കുകയും ചെയ്യും. കേരള സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും അതിനോടനുബന്ധിച്ച് വരുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നു. നാട്ടിക മണ്ഡലത്തിൽ ജില്ലയ്ക്ക് തന്നെ മാതൃകയാവാണ് ചേർപ്പ് എക്സൈസ് ഓഫീസ് കെട്ടിടം. കഴിഞ്ഞ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഭൂമി നമുക്ക് വിട്ടുതരാൻ അടിയന്തരമായ അന്വേഷണ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് ചേർപ്പിൻ്റെ ഈ എൻഡ് ഭാഗത്ത് റവന്യൂ ഭൂമിയായ ഈ സ്ഥലം നമ്മൾ കണ്ടെത്തുന്നത്. എത്രയും പെട്ടെന്ന് ഭൂമി കൈമാറ്റുന്നതിനും അതിൻ്റെ അനന്തര നടപടികൾ അതിവേഗത്തിലാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഭൂമി നമുക്ക് വിട്ടുകിട്ടി. അതിലൊരു പുതിയ കെട്ടിടം 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നിർമ്മാണവും നടത്തിയത്. ജില്ലയിൽ ഏറ്റവും നല്ല എക്സൈസ് ഓഫീസ് കെട്ടിടമായിട്ട് ചേർപ്പ് പ്രവർത്തിക്കാൻ പോകുന്നു. വാടക കൊടുത്തും വാടക കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ടും ഈ കെട്ടിടത്തിന് പുതിയൊരു മേഖലയ്ക്ക് എത്തിക്കാൻ പൊതുമരാമത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൂടെ നിന്നു. പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിലാണ് എക്സൈസ് കെട്ടിടം എത്രയും പെട്ടെന്ന് നാടിനെ സമർപ്പിക്കുക. ഓഫീസിന്റെ പരിധിയിൽ നമ്മുടെ താന്യം, അവണിശ്ശേരി, പാറളം, വല്ലച്ചിറ, അതുപോലെ ചേർപ്പ്, അങ്ങനെ 6ഓളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ടാണ് ചേർപ്പ് എക്സൈസ് റേഞ്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളോളം കാലപ്പഴക്കം ചെന്ന് പള്ളിയുടെ ഒരു പുരാതനമായ ബിൽഡിങ്ങിലാണ് എക്സൈസ് റേഞ്ച് ഓഫീസ് ചേർപ്പ് പ്രവർത്തിച്ചു വന്നത്. അത് ബഹുമാനപ്പെട്ട MLAയുടെ താല്പര്യവും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി നമുക്ക് 8.65 സ്ഥലം നമുക്ക് അനുവദിക്കുകയും അതിനെ തുടർന്ന് 1.5 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ച് നമുക്ക് 4165ഓളം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത് മനോഹരമായ, കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 സംവിധാനത്തോടുകൂടിയ പുതിയ ഓഫീസാണ് വരുന്നത്. ഏകദേശം 20ഓളം ജീവനക്കാർക്ക് സുഗമമായി ജോലി ചെയ്യുന്നതിനും ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തന അടിമത്തത്തിലേക്കും അതിനോടൊപ്പം അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ ലഹരിയുടെ വിപത്തിനെ നേരിടുന്നതിന് വേണ്ടി നമുക്ക് ജീവനക്കാർക്ക് സൗകര്യപ്രദമായ സംവിധാനത്തോടു കൂടി നമുക്ക് വൈകാതെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ലിജു മന്ത്രി സാർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. പാറളം മുള്ളക്കര പണ്ടാരം കോൾപ്പടവിൽ വളർത്തുപശു വൈദ്യുതി ആഘാതമേറ്റ് ചത്ത സംഭവത്തിൽ ക്ഷീരകർഷകയ്ക്ക് ആശ്വാസമായി ഗീതാഗോപി MLAയുടെ ഇടപെടൽ. ക്ഷീരകർഷകയായ കാരണത്തെ വീട്ടിൽ കൗസല്യ കരുണാകരന് ധനസഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് MLA. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പണ്ടാരം കോൾപ്പടവിലെ ബണ്ടിൽ തീറ്റ കഴിഞ്ഞ് മടക്കി കൊണ്ടുവരുന്നതിനിടെ കൗസല്യയുടെ വളർത്തു കറവ പശു വൈദ്യുതാഘാതമേറ്റ് ചത്തത്. ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിനുമിടെ കോൾപ്പടവ് മോട്ടോർ ഷെഡിനരികിലെ ട്രാൻസ്ഫോമറിന് സമീപത്തായിരുന്നു സംഭവം. പശുവിനെ കൊണ്ടുവരികയായിരുന്ന കൗസല്യയുടെ മകൻ സലീഷ് വിവരം അറിയിച്ചതിനെ തുടർന്ന് KCB അധികൃതരും പാർലം പഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടറും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പശുവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി കുഴിച്ചുമൂടാൻ നിർദ്ദേശിച്ചു. കറവ പശു വൈദ്യുതാഘാതമേറ്റ് ചത്തത് വിധവ കൂടിയായ ക്ഷീരകർഷകയുടെ കുടുംബത്തിന് തിരിച്ചടിയായി. സംഭവം അറിഞ്ഞയുടൻ ഗീതാഗോപി MLA ക്ഷീരവികസന വകുപ്പ് KCB അധികൃതരുമായി സംസാരിച്ച് ക്ഷീരകർഷകയ്ക്ക് ധനസഹായം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ധനസഹായം ലഭ്യമാക്കുന്ന നടപടികളടക്കം അറിയിക്കാൻ കഴിഞ്ഞ ദിവസം കൗസല്യയുടെ മുള്ളക്കരയിലെ വീട്ടിൽ MLA എത്തിയത്. കൗസല്യയെ ആശ്വസിപ്പിച്ച MLA ധനസഹായം ലഭ്യമാക്കാനുള്ള നടപടികളും അറിയിച്ചാണ് മടങ്ങിയത്. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശിയായ കാർത്തിക്കിന്റെ വീട്ടിൽ നിന്ന് 24 മണിക്കൂറിനിടെ 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത്. ഇന്നലെ രാത്രി 10 പാമ്പുകളെയും ഇന്ന് രാവിലെ 8 പാമ്പുകളെയും വനം വകുപ്പ് സർപ്പ വോളണ്ടിയർമാർ കണ്ടെത്തുകയായിരുന്നു. കാർത്തികിന്റെ സ്കൂട്ടറിനുള്ളിൽ നിന്നുമാണ് ഒരു മലമ്പാമ്പ് കുഞ്ഞിനെ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ കൂടുതൽ പാമ്പുകളെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ എല്ലാ പാമ്പുകളെയും വനം വകുപ്പിന് കൈമാറി. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും വനം വകുപ്പ് കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്.
കാൽപന്ത് കളിയിലെ മാന്ത്രിക ചുവടുകളുടെ കിക്ക് ഓഫിനായുള്ള കാത്തിരിപ്പിനിടെ ഇഷ്ട ടീമുകളെ നെഞ്ചേറ്റി സ്കൂൾ വിദ്യാർത്ഥികൾ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അൺഎയ്ഡഡ് വിഭാഗം കുട്ടികളാണ് ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനൊരുങ്ങിയത്. പുതിയ അധ്യയന വർഷം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിരുന്നെത്തുന്നതിന്റെ ആവേശത്തിലാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ. ക്ലാസ് മുറികളടക്കം സ്കൂൾ അങ്കണമൊന്നാകെ ലോകകപ്പ് ഫുട്ബോളിനോടുള്ള കുട്ടികളുടെ ഇഷ്ടം അടയാളപ്പെടുത്തുന്നതാണ്. ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ജേഴ്സികൾ അണിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും ലോകകപ്പ് ഫുട്ബോളിന് വർണ്ണാഭമാർന്ന സ്വാഗതമോദി. പെയ്തൊഴിയാത്ത മഴയിലും നാസിക് ഡോളിന്റെ പ്രകമ്പനം തീർത്ത താളത്തിൽ കുട്ടികൾ നൃത്തം ചെയ്തത് ആവേശ കാഴ്ചയായി. ഫുട്ബോളിനോടുള്ള പുതുതലമുറയ്ക്കുള്ള പ്രണയം തെളിയിക്കുന്നതായിരുന്നു സ്കൂളിലെ ലോകകപ്പ് ആഘോഷം. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വീശിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലായി. ലോകകപ്പിനെ വരവേൽക്കാൻ സ്കൂൾ അങ്കണമാകെ അലങ്കരിച്ച വർണ്ണാഭമാർന്ന കൊടിതോരണങ്ങളാൽ നിറഞ്ഞു. വിവിധ ടീമുകളുടെയും സൂപ്പർ താരങ്ങളുടെയും കൂറ്റൻ ഫ്ലക്സുകൾ സ്കൂൾ അങ്കണത്തെ ആകർഷകമാക്കി. ക്ലാസ് മുറികളിലെല്ലാം ഫുട്ബോൾ അടിസ്ഥാനമാക്കിയുള്ള അലങ്കാരങ്ങൾ ഇടം പിടിച്ചു. വിദ്യാർത്ഥികളിൽ ഐക്യവും കായിക മനോഭാവവും വളർത്തുന്നതിനാണ് ലോകകപ്പ് ആഘോഷം ഒരുക്കിയതെന്ന് അധ്യാപകർ പറഞ്ഞു. കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണ്. കോഴിക്കോട് എയർപോർട്ട് SI സാന്റോ തട്ടിൽ സ്കൂളിലെ ലോകകപ്പ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുവീഷ്, പ്രിൻസിപ്പൽ VB സജിത്ത് എന്നിവരും ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12:30 മെക്സിക്കോയിൽ നടക്കുന്ന കിക്ക് ഓഫിനൊപ്പം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മനസ്സും കുതിക്കുകയാണ് കാൽപന്തിനു പിന്നാലെ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കയ്പമംഗലത്ത് സ്നേഹാദരം സംഘടിപ്പിച്ചു. കയ്പമംഗലം 5ാം വാർഡ് വികസന സമിതിയാണ് സ്നേഹാദരം നൽകിയത്. കയ്പമംഗലം 5ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്ഷരോന്നതി പദ്ധതിക്കായി നൽകിയ പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങലുമാണ് സ്നേഹാദരത്തിൽ ഒരുക്കിയത്. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദരം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, മദ്ലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത്, ലുബ്ന ജിനൂബ്, സന്ധ്യ രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, KV കുഞ്ഞുമുഹമ്മദ്, KV അബ്ദുൽ മജീദ്, രാമകൃഷ്ണൻ, PL പോൾസൺ, വസന്തകുമാരി കരിമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്ഷരോന്നതി പദ്ധതിയിലേക്കുള്ള പുസ്തകങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ ഏറ്റുവാങ്ങി. കാഞ്ഞിരപ്പറമ്പിൽ ബാബുവാണ് മകൻ കെവിൻ രാജിന്റെ സ്മരണയ്ക്കായി അക്ഷരോന്നതി പദ്ധതിയിലേക്ക് പുസ്തകങ്ങൾ സമർപ്പിച്ചത്. വടക്കാഞ്ചേരിയിൽ കെട്ടിടത്തിൽ ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഫ്രൂട്ട്സ് കട കത്തിനശിച്ചു. വൻ നാശനഷ്ടം സംഭവിച്ചു. ഓട്ടുപാറ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഫ്രൂട്ട്സ് ഷോപ്പിലാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടെ തീപിടുത്തം ഉണ്ടായത്. കടയിലെ ഫ്രിഡ്ജ്, ഫാൻ, ബേക്കറി പലഹാരങ്ങൾ, റാക്കുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ഇതുവഴി സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കടയിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് വടക്കാഞ്ചേരി ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെയും അതിവേഗം വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് സംഭവത്തിന് കാരണമായതെന്നാണ് വിവരങ്ങൾ. കടയുടെ ഇരുവശത്തുള്ള തുണിക്കട, ജ്വല്ലറി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നതിനു മുൻപ് അണയ്ക്കാൻ ആയതും വലിയ ആശ്വാസമായി. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. തൃശൂരിൽ പോലീസ് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു. മാള പോലീസ് സ്റ്റേഷനിലെ SHO R രാജേഷിനെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം. കൊല്ലം സ്വദേശിയായ രാജേഷ് 2 ദിവസമായി അവധിയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ക്വാർട്ടേഴ്സിലെത്തിയത്. ഇന്നു രാവിലെ ക്വാർട്ടേഴ്സ് തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സ് സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജേഷിനെ കണ്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് എത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിൽപ്പന നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവ മംഗലത്ത് മനാഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഉഴുവത്ത് കടവിലുള്ള വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. സമാന രീതിയിൽ ഇയാൾ നിരവധി തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ. ഇയാൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് നിരവധി വ്യാജ സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദിന്റെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പാലിശ്ശേരി സ്വദേശി തുമ്പയിൽ വീട്ടിൽ രാമകൃഷ്ണൻ മകൻ പ്രദോഷ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കോടന്നൂർ ശാസ്താം കടവ് സ്വദേശി തറയിൽ വീട്ടിൽ പൊറിഞ്ചു മകൻ ആന്റണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഔഷധി മുൻ ജീവനക്കാരനാണ്. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,350 രൂപ, പവന് 1,06,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രചാരണത്തിന്റെ ഭാഗമായി ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ വിളംബര ഘോഷയാത്രയെ ആകർഷകമാക്കി. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണ പുരോഗതി അവസാന ഘട്ടത്തിൽ. ഗീതാഗോപി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ പുതിയ കെട്ടിടം സന്ദർശിച്ചു. പാറളം മുള്ളക്കര പണ്ടാരം കോൾപ്പടവിൽ വളർത്തുപശു വൈദ്യുതി ആഘാതമേറ്റ് ചത്ത സംഭവത്തിൽ ക്ഷീരകർഷകയ്ക്ക് ആശ്വാസമായി ഗീതാഗോപി MLAയുടെ ഇടപെടൽ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.